നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന 2025 മെയ് മാസം 18-ാം തീയതി രാഹുകേതുക്കൾ രാശി മാറുകയാണ്. രാഹുകേതുക്കളുടെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണിത്. രാഹുകേതുക്കളുടെ രാശിമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവരെക്കുറിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാതെ തരമില്ലല്ലോ. എങ്കിൽ മാത്രമേ രാഹുവിനെക്കുറിച്ചും കേതുവിനെക്കുറിച്ചും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയുടെയും ചന്ദ്രന്റെയും ഭ്രമണപഥങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കളാണ് രാഹുവും കേതുവും എന്നെല്ലാവർക്കും അറിയാമല്ലോ. രാഹുകേതുക്കൾ ഗ്രഹങ്ങളല്ല എങ്കിലും ഈ രണ്ട് ബിന്ദുക്കളും വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് എനർജി സ്രോതസ്സുകളാണ്. അതിനാൽ തന്നെ ഈ രണ്ട് അദൃശ്യ ശക്തികൾക്കും നമ്മിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ നമുക്ക് ഗ്രഹങ്ങളല്ല എന്ന കാരണം പറഞ്ഞ് ഇവയെ അകറ്റി നിർത്തുവാൻ സാധ്യമല്ല. രാഹുകേതുക്കൾ വക്രഗ്രഹങ്ങളാണെന്നറിയാമല്ലോ. മറ്റു ഗ്രഹങ്ങളുടെ നേർവിപരീത ദിശകളിൽ സഞ്ചരിക്കുന്ന ഈ ഗ്രഹങ്ങൾ നമ്മുടെ പൂർവ്വജന്മത്തെയാണ് കാണിച്ചു തരുന്നത്. രാഹു എന്ന് വെച്ചാൽ നമ്മിലുള്ള അടങ്ങാത്ത ആഗ്രഹങ്ങളാണ്. കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ നമ്മുടെ ആഗ്രഹങ്ങളെയാണ് രാഹു നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ കേതുവാകട്ടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ പൂർത്തീകരിച്ച ആഗ്രഹങ്ങളെയും കാണിച്ചു തരുന്നു. രാഹു നമ്മുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തെ കൊണ്ടുവേണം കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ആ സ്വപ്നങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ. നമ്മുടെ ജാതകത്തിൽ രാഹു നിൽക്കുന്ന ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാകും ഈ ജന്മത്തിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾക്ക് പിന്നിൽ രാഹുവിന്റെ ഒരു സ്വാധീനമുണ്ട് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രാഹു ഒരു ഗ്രഹമല്ല, ഒരു ഗ്രഹസങ്കല്പമാണ് എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ അൺറിയൽ ആയിട്ടുള്ള പല കാര്യങ്ങളെയും രാഹു സൂചിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അസ്വാഭാവികമായ ചിന്തകളെയും രാഹു സൂചിപ്പിക്കുന്നു. നമ്മുടെ മനോഗതങ്ങളെ സ്വാധീനിക്കാൻ രാഹുവിന് നല്ല കഴിവുണ്ട്. രാഹു നമ്മെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വ്യതിചലിപ്പിച്ച് ഒരു സ്വപ്നലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. രാഹുവിന്റെ സ്വാധീന വലയത്തിൽ അകപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു പുകമറയിൽ അകപ്പെട്ടതുപോലെയുള്ള ഒരവസ്ഥയുണ്ടാകുന്നു. അവിടെ നിന്നും അയാളെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിക്കുവാൻ ഒരു ഗുരുവിന്റെ സഹായം ആവശ്യമായി വരുന്നു. രാഹു ഒരു ആസുരിക ശക്തിയാണ്. ദൈവികപരമായ കാര്യങ്ങളിലും പരമ്പരാഗതമായ വിശ്വാസങ്ങളിലും രാഹുവിന് താല്പര്യമില്ല. രാഹു സുതാര്യതയിൽ വിശ്വസിക്കുന്ന ഒരു ഗ്രഹമല്ല. അതിന് ലക്ഷ്യം മാത്രമേ പ്രാധാന്യമുള്ളൂ, മാർഗം ഒരു വിഷയമല്ല. രാഹുവിന്റെ സ്വാധീനമുള്ള ഒരു വ്യക്തി ഏതു വിധേയനെയും തന്റെ ലക്ഷ്യം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുന്നു. അതിനാൽ ഇത്തരക്കാർ രാഹുവിന്റെ സ്വാധീനമുള്ള കാലഘട്ടത്തിൽ തന്റെ കഴിവുകളെ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചാൽ ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ അയാൾക്ക് സാധിക്കുന്നു. എന്നാൽ ഇതിന് ജാതകത്തിലെ മറ്റു കുറെ ഘടകങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കണം. ഇതിന് നമ്മെ സഹായിക്കാൻ നമ്മുടെ ജാതകത്തെ നല്ലവണ്ണം പഠിച്ച ഒരു ഗുരുനാഥന് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഗുരുനാഥനെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയെടുക്കാനായാൽ രാഹുവിന്റെ സ്വാധീനമുള്ള കാലത്ത് നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാനാകും. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, എന്റെ ജാതകത്തിൽ രാജയോഗം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഗജകേസരി യോഗം പറയുന്നുണ്ട്, എന്നാൽ ഇപ്പോഴും പട്ടിണിയും പരിവട്ടവും മാത്രമാണ് എന്ന്. ശരി തന്നെ, പലരുടെ ജാതകങ്ങളിലും മഹത്തായ പല യോഗങ്ങളും ഉണ്ടാകും. പക്ഷേ ആ യോഗങ്ങൾക്ക് അനുഭവ ഗുണം ആ ജാതകത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ആ യോഗങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരാത്തത്. നമ്മെ യോഗങ്ങൾ കാണിച്ച് കൊതിപ്പിക്കും, പക്ഷെ തരില്ല. ഇത് ഈശ്വരന്റെ ഒരു കളിയാണ്. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല. മഹത്തായ യോഗങ്ങൾ ആക്ടിവേറ്റ് ആകുന്ന സമയം അയാൾ പോലും അറിയാതെ ഭാഗ്യം അയാളെ തേടി വരും. എന്നാൽ ഇത് അപൂർവം ചിലരുടെ കാര്യങ്ങളിലേ സംഭവിക്കാറുള്ളൂ. ഭൂരിഭാഗം പേരും നിരാശരാണ്. നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ആ മഹായോഗങ്ങൾ ശരിക്കും നമുക്കുള്ളത് തന്നെയാണ്. എന്നാൽ ദൈവം അത് ശക്തമായ ഒരു പൂട്ടി അതിന്റെ താക്കോൽ ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അറിവും ജ്ഞാനവുമുള്ള ഒരു ഗുരുവിന് ആ താക്കോൽ കണ്ടെടുക്കുവാനും ആ താഴ് തുറന്ന് നിങ്ങൾക്ക് മഹത്തായ ആ യോഗം കൊണ്ട് തരുവാനും സാധിക്കും. അതിന് ആചാര്യൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണമെന്ന് മാത്രം. എന്നാൽ ശരിക്കും നമ്മുടെ ജാതകം ഗാഢമായി പഠിക്കാൻ കഴിവും മനസ്സുമുള്ള ഒരു ആചാര്യനെ കണ്ടെത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കിനി 2025 മെയ് മാസം 18-ാം തീയതിയിലെ രാഹുകേതുക്കളുടെ രാശിമാറ്റത്തിലേക്ക് വരാം. രാശിചക്രത്തിലെ 12ാമത്തെ രാശിയായ മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹുവാണ് ഇപ്പോൾ കുംഭം രാശിയിലേക്ക് വരുന്നത്. അതുപോലെ കന്നി രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേതു
ചിങ്ങം രാശിയിലേക്കും വരുന്നു. കുംഭം രാഹുവിന് പ്രിയപ്പെട്ട ഒരു രാശിയാണ്. ഇതുകൂടാതെ രാഹു കുംഭം രാശിയുടെ കോ റൂളറുമാണ്. നമുക്ക് ആദ്യം ഈ രാഹുകേതു മാറ്റം മേടക്കൂറുകാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. മേടക്കൂറിലെ നക്ഷത്രങ്ങൾ അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ പാദവുമാണ്. ഈ കൂറുകാരുടെ 11ലേക്കാണ് രാഹു ഇപ്പോൾ വരുന്നത്. 11 എന്ന് പറയുന്നത് സർവ അഭിഷ്ടങ്ങളുടെയും ആഗമസ്ഥാനമാണ്. നമുക്ക് നാളിതുവരെ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവോ ആ ആഗ്രഹങ്ങളുടെയൊക്കെയും പൂർത്തീകരണത്തിന്റെ ഭാവമാണ് 11ാം ഭാവം. നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ 11ാം ഭാവത്തിലേക്ക് രാഹു വരുന്നത് ഈ കഴിഞ്ഞുപോയ കാലമത്രയും മറ്റു ഗ്രഹങ്ങൾക്കൊന്നും നിങ്ങൾക്ക് നേടിത്തരാൻ കഴിയാതെ പോയ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ നിറവേറ്റിത്തരാൻ വേണ്ടിയാണ്. കാരണം രാഹു ഈ കലിയുഗത്തിൽ രാജാവാണ്. കലിയുഗത്തിന്റെ ഈ രാജാവ് ഇപ്പോൾ വന്നിരിക്കുന്നത് തനിക്ക് ഏറ്റവും ബലമുള്ള, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുംഭം രാശിയിലുമാണ്. അതിനാൽ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2025 മെയ് മാസം 18-ാം തീയതി മുതൽ 1.5 വർഷക്കാലത്തേക്ക് രാഹു നൽകുന്ന ഒരു രാജയോഗം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെടുന്നു. നാനാ വഴികളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും ഉണ്ടാകുന്നു. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല രീതിയിലുള്ള ഒരു സൗഹൃദം ഊട്ടിയുറപ്പിക്കുവാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും കടന്നു വരുന്നു. ദാമ്പത്യ സൗഖ്യവും ഭോഗസുഖവും ഇപ്പോൾ ലഭിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിശക്തി പതിവിലും കുറച്ചും കൂടി ഷാർപ്പാകുന്നു. കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കണ്ടറിഞ്ഞ് വേണ്ട രീതിയിൽ ചെയ്യാനുമാകുന്നു. മറ്റുള്ളവരോട് കൂടുതൽ മിംഗ്ലിംഗ് ചെയ്യാനുള്ള താല്പര്യം വർദ്ധിക്കുന്നു. പലതിനോടും ഒരിഷ്ടവും പ്രണയവും ഇപ്പോൾ തോന്നുന്നതാണ്. കുത്തഴിഞ്ഞു കിടന്നിരുന്ന നിങ്ങളുടെ ജീവിതചര്യകൾക്ക് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതഗതിക്ക് തന്നെ ഒരു താളക്രമവും ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാരും ഒത്തുചേർന്ന് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു താല്പര്യവും ഉണ്ടാകുന്നു. സംഘടനാ പ്രവർത്തനങ്ങളിലും നല്ല പ്രകടനം കാഴ്ചവെക്കുവാനും സാധിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇലക്ട്രോണിക്സ് മേഖല, എഞ്ചിനീയറിംഗ് മേഖല, എയറോസ്പേസ്, എയറോനോട്ടിക്കൽ മുതലായ മേഖലകൾ, സിനിമ, പ്രത്യേകിച്ചും സിനിമയിലെ സാങ്കേതിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഗ്രാഫിക്സ് പോലെയുള്ള കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ കാലഘട്ടമായിരിക്കും ഈ 1.5 വർഷക്കാലം. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഹീലർമാർക്കും സാമൂഹിക മേഖലകൾ, രാഷ്ട്രീയ മേഖലകൾ ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്നവർക്കും ഇത് അനുകൂലമായ കാലഘട്ടം തന്നെയാണ്. ഇതെല്ലാം രാഹു ഈ രാശിമാറ്റത്തിൽ മേടക്കൂറുകാർക്ക് നൽകുന്ന നല്ല ഫലങ്ങളാണ്. എന്നാൽ ഒരു ഗ്രഹത്തിനും തന്റെ കാലഘട്ടത്തിൽ 100% നല്ല ഫലങ്ങൾ തരാനാകില്ലല്ലോ. അതിനാൽ തന്നെ ഈ കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം. ഇവർക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ കഴിയാതെ പോകുന്നു. അത് മറ്റ് പല വഴികളിലേക്കും തെന്നി മാറിപ്പോയി എന്നും വരാം. അതുപോലെ നമുക്ക് മറ്റുള്ളവരോട് ഒരിഷ്ടവും പ്രണയവും ഒക്കെ തോന്നും എന്ന് പറഞ്ഞിരുന്നുവല്ലോ. ആ പ്രണയങ്ങളിൽ പലരുടെയും പ്രണയം സുതാര്യമായി കൊള്ളണം എന്നുമില്ല. പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നവർ അങ്ങനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിന് നമ്മോടുള്ള പ്രണയം തികച്ചും യാഥാർത്ഥ്യമുള്ളതാണോ എന്നും മനസ്സിലാക്കണം. അതല്ല നമ്മുടെ സ്വത്തോ ജോലിയോ സമൂഹത്തിലുള്ള നമ്മുടെ സ്ഥാനമാനങ്ങളോ മാത്രമാണോ അയാൾക്ക് നമ്മിലുള്ള അടുപ്പത്തിന് കാരണം എന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രണയത്തിന്റെ പേരിൽ പലരും നമ്മെ ചൂഷണം ചെയ്യാൻ സാധ്യതയുള്ള സമയവും കൂടിയാണിത്. അതുപോലെ പ്രണയത്തിന്റെ പേരിൽ ആർക്കെങ്കിലും വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കും മുമ്പ് ഒന്നുകൂടി ആലോചിക്കുക. മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കൾ നമ്മോട് കാണിക്കുന്ന സ്നേഹം തികച്ചും ആത്മാർത്ഥതയുള്ളതാണോ എന്നും മനസ്സിലാക്കുക. സൗഹൃദം ഭാവിച്ചു വരുന്നവരെല്ലാം യഥാർത്ഥ സുഹൃത്തുക്കളാണോ എന്നും തീർച്ചപ്പെടുത്തുക. ഈ കാലഘട്ടം നമ്മുടെ സന്താനങ്ങൾക്ക് അത്ര നന്നല്ല. ഗർഭിണികൾ വളരെ സൂക്ഷിക്കണം. കൃത്യമായ വൈദ്യപരിശോധനകൾ നടത്തണം. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ചെവിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ കേൾവിക്ക് തകരാറോ സംഭവിക്കാം. ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളാണ് ഈ നക്ഷത്രത്തിൽ ഉള്ളവരെങ്കിൽ ഇപ്പോൾ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് ഇവർ വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല എന്നും വരാം. നമ്മൾ പഴയ ആൾക്കാരല്ലേ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മേക്കാളും അറിവും ബുദ്ധിയും കൂടുതലാണെന്നും പറഞ്ഞ് അവർക്ക് അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്ന രക്ഷാകർത്താക്കളെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പറഞ്ഞ നക്ഷത്രങ്ങളിൽപ്പെട്ട പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ 1.5 വർഷക്കാലം ഇവരുടെ മേൽ ഒരു പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. കുട്ടികൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനിടയുണ്ട്. അപ്പോൾ മേടക്കൂറുകാരുടെ രാഹുകേതു മാറ്റത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഫലങ്ങൾ ഇത്രയുമാണ്. ഇത് രാഹുകേതുക്കളുടെ മാത്രം ഫലങ്ങളാണ്. ശനി, വ്യാഴം ഇവരുടെ ഫലങ്ങളൊന്നും ഇപ്പോൾ കണക്കിലെടുത്തിട്ടില്ല. അതിന്റെ ഫലങ്ങളും കൂടി ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കുക. കൂട്ടത്തിൽ
ഇപ്പോൾ നടക്കുന്ന ദശയ്ക്കും അപകാരത്തിനും കൂടി പ്രാധാന്യം നൽകുക. 2025 മാർച്ച് മാസം 29 മുതൽ ഇവരുടെ 12ാം ഭാവത്തിൽ ശനി വരുമ്പോൾ ഇവർക്ക് കുറച്ച് ചിലവുകളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇക്കാര്യം കൂടി ഓർത്തുവെക്കുക. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 2 പാദങ്ങളുമാണ്. ഇവരുടെ 11ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹുവാണ് ഇപ്പോൾ 10ാമത്തെ ഭാവമായ കുംഭത്തിലേക്ക് വരുന്നത്. അതുപോലെ 5ൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കേതു 4ലേക്കും വരുന്നു. 10 ഒരു ഉപജയഭാവമാണെങ്കിലും ഒരു കേന്ദ്രഭാവവുമാണ്. ഒരു കേന്ദ്രഭാവത്തിൽ ഒരു പാപഗ്രഹം വരുന്നത് നന്നല്ല. പ്രത്യേകിച്ചും 10 എന്ന് പറയുന്നത് നമ്മുടെ കർമ്മഭാവവും കൂടിയാണല്ലോ. രാഹു 10ൽ വരുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്ക് ഒരു സുതാര്യത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രാഹു ഒരു ആസുരിക ശക്തിയും കൂടിയാണല്ലോ. അതിനാൽ തന്നെ ഏതു രീതിയിൽ കൂടിയുള്ള കർമ്മമാണെങ്കിലും തന്റെ കാര്യം നേടിയെടുക്കുക എന്ന ഒരു ചിന്ത മനസ്സിൽ കയറിക്കൂടുന്നതായിരിക്കും. അപ്പോൾ നേരായ മാർഗം വിട്ട് കുറച്ച് വളഞ്ഞ വഴികൾ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രേരണ നമ്മിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തങ്ങളുടെ മേഖലയിലുള്ള ഏത് തരത്തിലുള്ള കോമ്പറ്റീഷനുകളെയും വെല്ലുവിളികളെയും ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നതാണ്. അതുവഴി തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതുമാണ്. തങ്ങൾക്ക് സമാന്തരമായി തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചെടുക്കുവാൻ ഇപ്പോൾ ഒരു പ്രത്യേക താല്പര്യവും കാണിക്കുന്നതാണ്. താൻ ചെയ്യുന്ന തൊഴിലിൽ നിന്നും ഇപ്പോൾ പേരും പ്രശസ്തിയുമൊക്കെ ലഭിക്കുന്നതുമാണ്. ഏതു വിധേയനെയും തന്റെ കർമ്മമേഖലയെ പുഷ്ടിപ്പെടുത്തിയെടുക്കുക എന്ന ഒരു ചിന്തയായിരിക്കും ഏത് സമയത്തും മനസ്സിലുണ്ടായിരിക്കുക. തന്റെ വിജയത്തിന് വേണ്ടി ചെറിയ ചെറിയ പാപകർമ്മങ്ങൾ ചെയ്യാനും ഇപ്പോൾ ഇടവരുന്നതുമാണ്. സ്ത്രീകളോട് കൂടുതൽ അടുപ്പം തോന്നുന്ന കാലഘട്ടമാണിത്. സന്താനങ്ങൾക്ക് ഈ കാലഘട്ടം അത്ര നന്നല്ല. രാഹു 10ൽ സഞ്ചരിക്കുമ്പോൾ കേതു സ്വാഭാവികമായിട്ട് നമ്മുടെ 4ൽ വരുമല്ലോ. 4 എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, അമ്മ, വീട്, വാഹനങ്ങൾ, കൂടാതെ 4 നമ്മുടെ സുഖസ്ഥാനവുമാണ്. അപ്പോൾ കേതു 4ൽ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമ്മുടെ അമ്മയ്ക്ക് രോഗമോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം. അല്ലെങ്കിൽ അമ്മയുമായിട്ട് ചില മുഷിച്ചിലുകൾക്കും പിണക്കങ്ങൾക്കും ഇടവരാം. അതുപോലെ ബന്ധുക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. നമ്മുടെ കുടുംബസ്വത്തിനെ കുറിച്ച് ചില സംസാരങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടാകാം. നമ്മുടെ വാഹനങ്ങൾക്കും ചില തകരാറുകൾ സംഭവിക്കാം. ടെൻഷൻ വർദ്ധിക്കുന്ന കാലമാണ്. രാത്രി ഉറക്കവും കുറയാം. രാഹുകേതുക്കളുടെ പരിഹാരങ്ങൾ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. ഇനി മിഥുനക്കൂറുകാരുടെ രാഹുകേതു മാറ്റത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾ മകയിരത്തിന്റെ 3ഉം 4ഉം പാദങ്ങളും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ഈ കൂറുകാരുടെ 9ാം ഭാവത്തിലേക്കാണ് രാഹു ഇപ്പോൾ വരുന്നത്. കേതുവാകട്ടെ 3ാം ഭാവത്തിലും വരുന്നു. ഇവർക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളോ പദവികളോ അംഗീകാരങ്ങളോ ലഭിക്കുവാനിട വരും. മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകും. സാമ്പത്തികമായി ഈ കാലം മെച്ചമായിരിക്കും. മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രസിദ്ധിയും ഉണ്ടാകും. നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കുവാൻ പറ്റിയ സമയമാണിത്. ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു താല്പര്യമുണ്ടാകും. എവിടെയും തന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും വ്യക്തമാക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവരുടെ മികവ് കാണിക്കാൻ പറ്റുന്ന സമയവുമാണിത്. മനസ്സിന് അഭിമാനമുണ്ടാകാവുന്ന കാര്യങ്ങൾ ഉണ്ടാകും. ശത്രുക്കൾ വർദ്ധിക്കുമെങ്കിലും അവരെ ഒതുക്കുവാൻ സാധിക്കുന്നതുമാണ്. അച്ഛനുമായും മേലധികാരികളുമായും സഹോദരങ്ങളുമായും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. അവരുമായി നല്ല നിലയിൽ പോകുവാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കർമ്മങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. ചില ഘട്ടങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഒരു തടസ്സവും ഉണ്ടായി എന്നും വരാം. ടെക്നിക് പരമായ കാര്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ ശരിയായ കഴിവുകൾ നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി ഇപ്പോഴേ വിനിയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിന്റെ റിസൾട്ട് ഭാവിയിൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഉപരിപഠനങ്ങൾക്ക് വേണ്ടി വിദേശത്തേക്ക് പോകുവാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. എങ്കിലും ജാതകവശാൽ അനുകൂലമായ സമയമാണോ എന്ന് നോക്കിയിട്ട് വേണം അതിന് ഇറങ്ങിത്തിരിക്കുവാൻ. കാരണം ചതിവ് പറ്റുവാൻ സാധ്യതയുള്ള സമയവും കൂടിയാണിത്. പുതിയ കോഴ്സുകൾ പഠിക്കുവാൻ പറ്റിയ സമയമാണ്. പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി, എയർ സ്പേസ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ് തുടങ്ങി ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഇത് നല്ല ഒരു അവസരമാണ്. ഒരു തൊഴിൽ ഇപ്പോൾ ആരംഭിക്കുന്നതിനേക്കാൾ ഭാവിയിൽ നമ്മൾ ആരംഭിക്കുവാൻ പോകുന്ന ഒരു തൊഴിലിന് വേണ്ടിയുള്ള പഠനത്തിനും പരിശീലനത്തിനും പറ്റിയ സമയമാണ്. ഭാവിയിലേക്കുള്ള നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ നടത്തുക. പുതിയത് പലതും പഠിച്ചു വയ്ക്കുക, പഴയത് പലതും ഉപേക്ഷിക്കുക. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളും സാമൂഹികപരമായ ബന്ധങ്ങളും സുദൃഢമായി വരുന്ന ഒരു കാലഘട്ടവുമാണിത്.
ഈ കാലഘട്ടത്തിൽ ചീത്ത സ്വഭാവമുള്ള ചില ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ കഴിവതും അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കണം. ചിലപ്പോൾ അവർ ചതിയിൽപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരുമായി ചേർന്ന് ചില ആക്ടിവിറ്റികളിലൊക്കെ ഇടപെട്ട് നിയമപ്രശ്നങ്ങളിൽ ചെന്ന് ചാടാനും സാധ്യതയുണ്ട്. ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയ്ക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും ഈ ഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് കർക്കിടകക്കൂറുകാരുടെ ഫലങ്ങളാണ്. കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങൾ പുണർദത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യവുമാണ്. രാഹു ഇവരുടെ അഷ്ടമഭാവത്തിലും കേതു 2ാം ഭാവത്തിലുമാണ് വരുന്നത്. ഈ കാലഘട്ടം ഭക്തിയിലും ആത്മീയതയിലും ആധ്യാത്മികതയിലും ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് രാഹു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലായെങ്കിൽ ചില തിരിച്ചടികൾ ലഭിക്കുവാൻ ഇടയുണ്ട്. കർക്കിടകക്കൂറുകാർ ഈ കഴിഞ്ഞ 2.5 വർഷം അഷ്ടമശനിയുടെ ക്ലേശങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഈശ്വരീയമായ കാര്യങ്ങൾ തുടർന്നും ചെയ്തുകൊണ്ടുപോവുകയും സഹജീവികളോട് സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും പെരുമാറുകയും ചെയ്താൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് വലിയ മെച്ചമൊന്നും അവകാശപ്പെടാനില്ല എങ്കിലും കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ കൊണ്ടുപോകാനാകും. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംസാരത്തെ ഒന്ന് നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കണം. മാത്രമല്ല മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ കഴിവതും ഒഴിവാക്കണം. ഈ സമയം നമുക്ക് ബുദ്ധിയും ശരീരബലവും വർദ്ധിക്കുന്നതായിരിക്കും. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ ശല്യപ്പെടുത്താം, പ്രത്യേകിച്ചും വാദസംബന്ധമായ രോഗങ്ങൾ. കുടുംബാംഗങ്ങളുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാനും ശ്രദ്ധിക്കുക. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റിവെക്കാതെ അപ്പോൾ തന്നെ ചെയ്തു തീർക്കുക. ഇപ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുവാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്ന സമയവുമാണ്. മാത്രമല്ല മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആദായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും ഇടവരും. പഠിക്കുന്ന കുട്ടികൾക്ക് പഠിത്തത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. അതിനാൽ പഠനകാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ കൊടുക്കുക. ഈ കാലഘട്ടത്തിൽ പഴയതും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ സംബന്ധിച്ച് നിത്യവും കുളിക്കാനും ഒരു മടിയുണ്ടായി എന്നും വരാം. ശരീരശുദ്ധി ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. അതുപോലെ സന്ധ്യാസമയത്തുള്ള നാമജപങ്ങളും പ്രാർത്ഥനയുമൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിത പുരോഗതിക്ക് ഉത്തമമായ കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിനിറങ്ങി തിരിക്കും മുമ്പ് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങി പുറപ്പെട്ടാൽ ആ കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതാണ്. പിതൃസ്വത്ത് ലഭിക്കുവാനുള്ളവർക്കും ഇൻഷുറൻസ് പോലെയുള്ള ധനം എന്തെങ്കിലും ലഭിക്കുവാനുണ്ടെങ്കിൽ അതും ലഭിക്കുവാനും ഇടയുള്ള സമയവുമാണിത്. നിഗൂഢ ശാസ്ത്രങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനും ഏതെങ്കിലും കാര്യങ്ങളിൽ റിസർച്ച് ചെയ്യുന്നവർക്കും മാന്ത്രിക താന്ത്രികപരമായ കാര്യങ്ങൾ ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഇത് അനുകൂലമായ കാലമാണ്. ഈ കാലഘട്ടത്തിൽ ഉത്തരവാദിത്വങ്ങൾ കൂടുന്നതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഫലങ്ങൾ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതിക്കും ഇപ്പോൾ നടക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും വ്യത്യസ്തമാകാവുന്നതാണ്. ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാനും ദോഷങ്ങൾ ഒഴിഞ്ഞു പോകാനും വീഡിയോയുടെ അവസാനം പറയുന്ന പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ചിങ്ങക്കൂറുകാരുടെ ഫലങ്ങളാണ്. ചിങ്ങക്കൂറുകാരുടെ 7ാം ഭാവത്തിൽ രാഹുവും ജന്മക്കൂറിൽ കേതുവുമാണ് ഇപ്പോൾ വരുന്നത്. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നിവയാണ്. ഈ കാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാരിൽ സ്വതന്ത്ര ചിന്ത അല്പം മുന്നിട്ട് നിൽക്കും. തന്റെ അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയുവാനുള്ള ധൈര്യം കാണിക്കും. മറ്റുള്ളവരെ ആശ്രയിച്ചു നിൽക്കാതെ സ്വന്തം രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിരിക്കും ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുക. തന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ്. പലരുമായും കൂടി ചേർന്ന് ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. വളരെ ശ്രദ്ധയോടെ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കാരണം കൂടെ നിൽക്കുന്നവരെ ഇപ്പോൾ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ സാധ്യമല്ല. മാത്രമല്ല ശനി അഷ്ടമത്തിൽ കൂടി പോകുന്ന ഒരു കാലഘട്ടമായതിനാൽ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ വ്യാഴം 11ാം ഭാവത്തിൽ നിന്നുകൊണ്ട് രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഈ കാലഘട്ടത്തിൽ ഈശ്വരാധീനം ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 5ഉം 8ഉം ഭാവാധിപനായ ഗ്രഹം ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചില ലാഭങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കാം. ഒരു പക്ഷേ അതൊരു ലോട്ടറി വഴിയുമാകാം. ഇൻഷുറൻസ് തുകകൾ ലഭിക്കുവാനുള്ളവർക്ക് അത് ലഭിക്കുവാനും സാധ്യതയുള്ള സമയമാണ്. എങ്കിൽ തന്നെയും വലിയ മുതൽ മുടക്കി ഇപ്പോൾ പുതിയ ഒരു സംരംഭത്തിനും പോകരുത്. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായ സംശയങ്ങളും മറ്റും ഒഴിവാക്കുക. വിവാഹേതര ബന്ധങ്ങളിൽ താല്പര്യമുണ്ടാകാൻ സാധ്യതയുള്ള സമയവുമാണ്. അമിതമായി ധനം വ്യയം ചെയ്യാനുള്ള ഒരു ത്വര ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. അത്തരം സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുക. മറ്റുള്ളവരുമായി കലഹിക്കുവാനുള്ള ഒരു ടെൻഡൻസിയും ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല അന്യരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുവാനുള്ള ഒരു താല്പര്യവും ഇപ്പോൾ ഉണ്ടാകാം.
ഇപ്പോൾ കാലുകൾക്കും കണ്ണ്, പല്ല് ഈ അവയവങ്ങൾക്കും ഏതിനെങ്കിലും രോഗം വരാനിടയുണ്ട്. ഈ കാലഘട്ടത്തിൽ യാത്രകൾ ചെയ്യാനിട വരും. അന്യദേശവാസത്തിനും വിദേശയാത്രയ്ക്കുമൊക്കെ അനുകൂലമായ കാലഘട്ടമാണിത്. എന്നാൽ ആരെയും കണ്ണുമടച്ചിപ്പോൾ വിശ്വസിക്കരുത്. ഏത് കാര്യം ചെയ്യും മുമ്പും അതേക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ഏത് കാര്യവും ഇപ്പോൾ ചെയ്യാൻ പാടുള്ളൂ. ഒരു വിവാഹ ആലോചനകൾ ഇപ്പോൾ വരികയാണെങ്കിലും അവയെക്കുറിച്ച് നല്ലതുപോലെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ വാക്കുകൊടുക്കുവാൻ പാടുള്ളൂ. നിങ്ങൾക്കിപ്പോൾ അനുകൂലമായ ദശയും അപകാരവുമൊക്കെ നടക്കുന്ന സമയമാണെങ്കിൽ പുതിയ ബിസിനസ്സുകളോ സംരംഭങ്ങളോ ഒക്കെ ആകാവുന്നതാണ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് കന്നിക്കൂറുകാരുടെ ഫലങ്ങളാണ്. കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രത്തിന്റെ അവസാനത്തെ 3 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 2 പാദങ്ങളുമാണ്. ഇവരുടെ 6ാം ഭാവത്തിൽ രാഹുവും 12ാം ഭാവത്തിൽ കേതുവും ഇപ്പോൾ വരികയാണ്. 6ാം ഭാവം ഒരു ഉപജയഭാവമാണെങ്കിലും രാഹു ഇവിടെ 2 തരം സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. രാഹു കന്നിരാശിക്കാരുടെ 6ൽ വരുമ്പോൾ അത് രാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട രാശിയായ കുംഭം രാശിയായതിനാൽ ഈ രാഹു നല്ല ഫലങ്ങൾ തന്നെ തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് സാമ്പത്തികമായ ഒരു ഉയർച്ച എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാരിൽ നിന്നും അധികാര സ്ഥാനങ്ങളിലുള്ളവരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങളോ സഹായങ്ങളോ ഒക്കെ ലഭിക്കുന്ന കാലവുമാണ്. ഇപ്പോൾ മത്സര പരീക്ഷകളൊക്കെ എഴുതുവാൻ പറ്റിയ കാലഘട്ടമാണ്. അതുപോലെ കോമ്പറ്റീഷനുകളിലൊക്കെ ഏർപ്പെട്ട് വിജയിക്കുവാനും സാധിക്കും. ഉന്നത സ്ഥാനങ്ങളിലും നമ്മുടെ മേലധികാരികളിലുമൊക്കെ നമുക്കൊരു സ്വാധീനമുണ്ടാകുന്ന കാലഘട്ടമാണ്. ഇതുമൂലം നമ്മോട് പലർക്കും അസൂയ തോന്നി എന്നും വരാം. നമ്മുടെ സഹപ്രവർത്തകരുമായി ചില ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ടാകാം, പ്രത്യേകിച്ചും നമ്മുടെ കീഴ് ജീവനക്കാരുമായി. ഇപ്പോൾ അസൂയക്കാരും ശത്രുക്കളും പെരുകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം ജാഗ്രത പാലിക്കേണ്ട സമയവുമാണ്. നമ്മൾ ആരോടും തർക്കിക്കാനോ നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കാനോ നിൽക്കാതെ കഴിയുന്നതും മൗനം പാലിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ അംഗീകരിച്ചു തരണമെന്നില്ല. മനസ്സിന് അല്പം ചാഞ്ചല്യം ഈ കാലത്തുണ്ടാകാം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ വേണ്ട വിധത്തിൽ ചിന്തിക്കാതെ എടുത്തു ചാടി തീരുമാനമെടുക്കുവാനുള്ള ഒരു ടെൻഡൻസിയും ഇപ്പോൾ കാണിച്ചു എന്നും ഇരിക്കും. അത്തരം പ്രവൃത്തികളെ നല്ലവണ്ണം നിയന്ത്രിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ട അവസ്ഥയും വരും. ഒരു കാര്യത്തിലും പൂർണ്ണമായ ഒരു സംതൃപ്തി ഈ കാലത്തുണ്ടാകില്ല. അതുപോലെ ചില തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള ഒരു താല്പര്യവും മനസ്സിലുണ്ടാകുന്നു. മറ്റുള്ളവർ അറിയാതെ ഇപ്പോൾ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വയ്ക്കുവാനുള്ള ഒരു താല്പര്യവും ഉണ്ടാകാം. പൈൽസ്, ഫിസ്റ്റുല പോലെയുള്ള രോഗങ്ങൾ ഇപ്പോൾ ശല്യപ്പെടുത്താം. നേത്രരോഗവും ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നു. ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണിത്. അതുപോലെ ഭക്ഷണത്തിൽ കൂടി ഉള്ളിൽ വിഷം പോലെയുള്ള വസ്തുക്കൾ വന്നെത്തുവാനും സാധ്യത കാണുന്നുണ്ട്. വിഷജന്തുക്കളിൽ നിന്നും കഴിയുന്നതും ഒരു അകലം പാലിക്കുവാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം തോന്നുന്ന സമയമാണ്. അതുപോലെ യോഗ, മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങളിലും ഒരു താല്പര്യം ഉണ്ടാകാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ ഉത്തമവുമാണ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് തുലാക്കൂറിലെ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. തുലാക്കൂറിലെ നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ഈ കൂറുകാരുടെ 5ാം ഭാവത്തിൽ രാഹുവും 11ാം ഭാവത്തിൽ കേതുവും ഇപ്പോൾ വരികയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായും സാമൂഹികപരമായും കുറച്ച് മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹം ഇപ്പോൾ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. കൂട്ടത്തിൽ തനിക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന തോന്നലും ഉണ്ടാകാം. ഇനി ഇങ്ങനെയൊന്നും പോയാൽ പോരാ, കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നന്നായി ചെയ്യണമെന്നുമുള്ള ഒരു ചിന്ത മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരികയും അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നതാണ്. ഈ കാലഘട്ടത്തിൽ സന്തോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട്. പേരും പ്രശസ്തിയുമൊക്കെ ലഭിക്കുവാനും ഇടയുണ്ട്. ഈ സമയം നമ്മുടെ സംസാരം അല്പം വാചാലമായി പോയി എന്ന് വരാം. എങ്കിലും ഈ വാചാലത മറ്റുള്ളവർക്കിടയിൽ നമുക്ക് ഒരു മാന്യത ഉണ്ടാക്കി തരുന്നതാണ്. അന്യ ആൾക്കാരിൽ നിന്നും കുറച്ച് മതിപ്പും സ്നേഹവുമൊക്കെ നേടുവാനായാലും അടുത്ത ബന്ധുക്കളിൽ നിന്നും സ്നേഹമില്ലാത്ത പെരുമാറ്റവും നിസ്സഹകരണവുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിൽ ചില നേരത്ത് ഒരു ഭയം ഉണ്ടാകാനും ഇടയുണ്ട്. നിങ്ങൾ മുതിർന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ മക്കളിൽ നിന്നും വേദന ഉണ്ടാകുന്ന ചില പെരുമാറ്റങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അല്ലെങ്കിൽ മക്കളെ ചൊല്ലി അല്പം ദുഃഖിക്കുവാനും സാധ്യതയുണ്ട്. ഗർഭിണികളായ സ്ത്രീകൾ ഈ കാലഘട്ടത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യസമയത്ത് ഡോക്ടറെ കാണുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ചികിത്സാ രീതികളെ കൃത്യമായും പാലിക്കേണ്ടതുമാണ്. മനസ്സിൽ ചില അസ്വസ്ഥതകൾ രൂപം കൊള്ളുകയും തന്മൂലം കോപിക്കുന്ന ഒരു സ്വഭാവവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. അതിനാൽ മനസ്സിനെ സ്വസ്ഥമാക്കി വയ്ക്കുകയും മുൻകോപത്തെ നിയന്ത്രിക്കുകയും ചെയ്യുക. എങ്കിലും 9ാം ഭാവത്തിൽ നിന്നുകൊണ്ടുള്ള വ്യാഴന്റെ ദൃഷ്ടി നമ്മുടെ ജന്മലഗ്നത്തിലും 5ലും 5 നിൽക്കുന്ന രാഹുവിലും പതിയുകയാൽ ഇപ്പോൾ വളരെയേറെ ഈശ്വരാനുകൂല്യം ലഭിക്കുകയും ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്.
ദശയും അപകാരവും നല്ലതാണെങ്കിൽ ഈ കാലഘട്ടം വളരെ ഉയർച്ചയെ തന്നെ തരുന്നതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ രാഹുകേതുമാറ്റത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങൾ വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയുമാണ്. ഇവരുടെ 4ാം ഭാവത്തിലേക്കാണ് ഇപ്പോൾ രാഹു വരുന്നത്. കേതു 10ാം ഭാവത്തിലേക്കും വരുന്നു. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് കർമ്മകുശലത കൂടുതലായിരിക്കും. തനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഇവർ വളരെ ഉത്തരവാദിത്വത്തോടെയും ആത്മാർത്ഥതയോടെയും ഇപ്പോൾ ചെയ്തു തീർക്കുന്നതാണ്. ഇപ്പോൾ മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധ നമ്മിൽ പതിയുന്നതുമായിരിക്കും. 4 പേരുടെ മുന്നിൽ അംഗീകാരവും ആദരവും നേടിയെടുക്കുവാനുമാകും. മുൻപ് നമ്മൾ മതിയാക്കി വെച്ച പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു തീർക്കാൻ ഒരു പ്രത്യേക താല്പര്യവും കാണിക്കും. ഇപ്പോൾ സാമ്പത്തികമായ മെച്ചങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മനസ്സ് കാണിക്കുകയും ചെയ്യും. കലാവാസനകൾ ഉള്ളവർ അത് ഇപ്പോൾ പുറത്തെടുക്കുന്നതുമായിരിക്കും. അതുവഴി മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ഒക്കെ നേടുവാനുമാകും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമേഖല മാറുവാനോ അല്ലെങ്കിൽ സ്ഥലം മാറുവാനോ ഒരാഗ്രഹം തോന്നാം. സാഹസമായ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു തൻ്റെയിടവും ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുമായി ഈ കാലത്ത് ചില മുഷിച്ചിലുകൾ ഉണ്ടാകാനിടയുള്ള സമയമാണ്. സന്താനങ്ങൾക്കും ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഈ കാലഘട്ടത്തിൽ ആരെയും അന്ധമായി വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യരുത്. കാരണം ചതിവ് പറ്റാനിടയുണ്ട്. കൂടാതെ നമ്മുടെ കർമ്മമേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് തടസ്സമുണ്ടാകാവുന്ന ചില പ്രതിസന്ധികൾ ആരിൽ നിന്നെങ്കിലും ഉണ്ടായി എന്നും വരാം. അതുപോലെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വാക്ക് കേട്ട് ഒന്നിനും ഇപ്പോൾ ഇറങ്ങി പുറപ്പെടരുത്. എങ്കിലും എന്തും തട്ടിമാറ്റി മുന്നേറാനുള്ള ഒരു മനക്കരുത്ത് ഇപ്പോൾ കാണിക്കുന്നതാണ്. ഇതേ മാസം തന്നെ വ്യാഴം നിങ്ങളുടെ അഷ്ടമത്തിലേക്ക് പോകുന്നത് കുറച്ച് ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും കൊടുക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. വ്യാഴനെ അനുകൂലമാക്കാൻ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ വ്യാഴാഴ്ച തോറും ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഭഗവാന് പാൽപായസം നിവേദിക്കുകയോ ഭാഗ്യസൂക്ത അർച്ചന കഴിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. രാഹുപ്രീതികരമായ കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ചെയ്യുക. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഈ രാഹുകേതുമാറ്റം ധനുക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ്. ധനുക്കൂറിലെ നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദം എന്നിവയാണ്. രാഹു ഇവരുടെ 3ാം ഭാവത്തിലേക്കും കേതു 9ാം ഭാവത്തിലേക്കുമാണ് വരുന്നത്. രാഹുവിന് വളരെ പ്രിയപ്പെട്ട ഭാവമാണ് 3ാം ഭാവം. ഇപ്പോൾ രാഹു വരുന്നത് തനിക്ക് ഏറ്റവും ബലമുള്ള രാശിയായ കുംഭം രാശിയിലേക്കുമാണ്. അതിനാൽ തന്നെ ഈ രാഹു ഇപ്പോൾ ഇവർക്ക് വളരെ നല്ല ഫലങ്ങൾ കൊണ്ടുതരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇപ്പോൾ ഏത് കാര്യവും ചെയ്യാനുള്ള ഒരു ധൈര്യവും തൻ്റെയിടവും നിങ്ങൾക്കുണ്ടാകും. ഇതുവരെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികപരമായി ഇപ്പോൾ വളരെ അനുകൂലമായ കാലമാണ്. സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നല്ല ധനവരവിനും ഇപ്പോൾ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ ദിശയും അപകാരവും ഇക്കാര്യത്തെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നാമമാത്രമായ ഒരു ധനലാഭം മാത്രമേ പ്രതീക്ഷിക്കുവാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനം പതിവിലും വർദ്ധിക്കുന്ന സമയമാണ്. ഈ കാലം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ വാചാലനായി പോകുന്നത് കാണാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് എത്ര സംസാരിച്ചാലും നമുക്ക് ഇപ്പോൾ മതി വരാതെയും പോകാം. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തിക്ക് അല്പം കോട്ടം തട്ടാം. എന്ന് വെച്ചാൽ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ അല്പം പിന്നിലേക്ക് പോകാനിടയുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും ചിലവുകൾ ചെയ്യുന്ന സമയമാണിത്. എത്ര തന്നെ ധനവരവുണ്ടായാലും ചിലവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കാലഘട്ടത്തിൽ കുറച്ച് അധാർമികമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരു താല്പര്യവും ഉണ്ടാകും. ഈശ്വരവിശ്വാസം കുറയാം. ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗവും വരാം. മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു പ്രവണതയും ഉണ്ടാകാം. അച്ഛനിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ സഹോദരങ്ങളുമായും ചില വിരോധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം. മനസ്സിൽ അമിതമായ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. മാന്ത്രികപരമായ കാര്യങ്ങളിൽ ഒരു താല്പര്യവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാം. നല്ല ധനവരവും ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ കാശിന് കുറച്ച് ബുദ്ധിമുട്ടും അനുഭവപ്പെടാം. ഇലക്ട്രോണിക്സ് ഡിവൈസുകളോട് ഒരു ഇഷ്ടം തോന്നുന്ന സമയമാണിത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ മേഖലയോടും ഒരു ആഭിമുഖ്യവും തോന്നാം. സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തിക്കുന്നവർക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കും അനുകൂലമായ സമയമാണിത്. ബാങ്കിംഗ്, അക്കൗണ്ടൻസി, സിനിമ, സാങ്കേതിക മേഖലകൾ തുടങ്ങിയവയിലെല്ലാം ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ കാലഘട്ടമാണ്. 3ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി 4ൽ പോയെങ്കിലും ആ സ്ഥാനത്തേക്ക് വരുന്ന രാഹു നമുക്ക് ഒരു ആശ്രയമായി കൂടെ നിൽക്കുന്നതാണ്. 9ൽ വരുന്ന കേതു കുറച്ച് പ്രശ്നങ്ങൾ തരുമെങ്കിലും. അടുത്തതായി നമ്മൾ നോക്കുന്നത് മകരക്കൂറുകാരുടെ ഫലങ്ങളാണ്. മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രാടത്തിന്റെ അവസാനത്തെ 3 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയുമാണ്. ഇവരുടെ 2ാം ഭാവത്തിലേക്കാണ് രാഹു ഇപ്പോൾ വരുന്നത്. കേതു അഷ്ടമത്തിലും. ഈ രാഹു-കേതു മാറ്റം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രങ്ങളായ ഫലങ്ങളായിരിക്കും നൽകുക. രാഹുവിന്റെ 2ലെ സ്ഥിതി ഇവർക്ക് കുറെ നല്ല ഫലങ്ങളും
കേതുവിൻ്റെ അഷ്ടമസ്ഥിതി കുറെ ദോഷഫലങ്ങളും കൊടുക്കുന്നു. ഇവിടെ രാഹുവിന് വേടന്റെ ദൃഷ്ടി ലഭിക്കുന്നത് കൊണ്ട് രാഹുവിൽ നിന്നും വളരെ നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കുന്നു. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവിന് ശുഭഗ്രഹ ദൃഷ്ടിയൊന്നും ലഭിക്കുന്നുമില്ല. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് സാമ്പത്തികമായി വളരെ മെച്ചം ലഭിക്കുന്നതാണ്. ഇപ്പോൾ നല്ല തെളിഞ്ഞ ബുദ്ധിയായിരിക്കും ഇവർക്കുണ്ടായിരിക്കുക. അറിവും ജ്ഞാനവും നേടുവാനും സാധിക്കും. ഗവൺമെന്റ് തലത്തിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാനിട വരും. സർക്കാരിൽ നിന്നും പെൻഷൻ പോലെയോ പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി പോലെയുള്ള സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നാളിതുവരെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിലുള്ള തടസ്സങ്ങൾ മാറി ആ തുക ഇപ്പോൾ നമുക്ക് ലഭിക്കുവാൻ ഇടവരും. അതുപോലെ ശമ്പള കുടിശ്ശിക എന്തെങ്കിലും ലഭിക്കുവാനുള്ളവർക്കും ഇപ്പോൾ അതെല്ലാം ലഭിക്കുന്നതുമാണ്. ഈ സമയം നമുക്ക് ചില രഹസ്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകാം. അല്ലെങ്കിൽ നിഗൂഢമായ ശാസ്ത്രങ്ങൾ പഠിക്കാൻ ഇടവരും. മറ്റുള്ളവരോട് ദയാപരമായി പെരുമാറുവാനുള്ള ഒരു മനസ്സും ഇപ്പോൾ കാണിക്കുന്നതാണ്. അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ധനം ചിലവഴിക്കുവാൻ ഒരു മടിയുണ്ടാകുന്നതാണ്. ഇപ്പോൾ അല്പം കോപം മുന്നിട്ട് നിൽക്കുന്ന സമയമാണ്. മുഖത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളും വരാം. വാഹനങ്ങൾ ഓടിക്കുന്നവർ ഈ സമയം കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം. ശരീരത്തിൽ മുറിവുകളോ പരിക്കുകളോ പറ്റാൻ ഇടയുള്ള സമയമാണ്. മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്നവരും ഫാക്ടറികളിൽ അപകടകരമായ മെഷീനുകൾ പ്രവർത്തിപ്പിച്ച് തൊഴിൽ ചെയ്യുന്നവരും കുറച്ച് ശ്രദ്ധയോടെ വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ ആരുമായും വഴക്കിനോ വാക്ക് തർക്കത്തിനോ ഒന്നും പോകാൻ പാടില്ല. എതിരാളികളിൽ നിന്നും പരിക്കു പറ്റുവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ അധ്വാനിച്ച് വരുമാനമുണ്ടാക്കുന്നതിനേക്കാൾ കുറുക്ക് വഴികളിലൂടെ ധനം സമ്പാദിക്കുവാനുള്ള ഒരു താല്പര്യവും ഉണ്ടാകും. മറ്റൊരാളിൽ നിന്നുമുള്ള ആദായവും പ്രതീക്ഷിക്കുന്ന സമയവുമാണ്. എതിർലിംഗക്കാരോട് താല്പര്യം തോന്നുന്ന കാലഘട്ടവുമാണിത്. തടസ്സങ്ങളും ദോഷങ്ങളും മാറാൻ ഗണപതിയെയാണ് ഈ സമയത്ത് ഈ കൂറുകാർ കൂടുതലും ഭജിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് കുംഭക്കൂറുകാരുടെ ഫലങ്ങളാണ്. കുംഭക്കൂറുകാരുടെ ജന്മക്കൂറിലേക്കാണ് രാഹു ഇപ്പോൾ വരുന്നത്. കേതു ഇവരുടെ 7ലും വരുന്നു. കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ അവിട്ടത്തിന്റെ 2ാം പകുതിയും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. രാഹു ജന്മക്കൂറിലും കേതു 7ലും വരുമ്പോൾ അത് അത്രയൊന്നും നല്ല ഗുണങ്ങൾ കൊണ്ടുതരാൻ ഇടയില്ല. എങ്കിലും ഇവിടെ കുംഭക്കൂറിന്റെ കോ റൂളറാണ് രാഹു എന്നതിനാൽ ഈ രാഹു ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് കുറച്ച് നല്ല ഫലങ്ങൾ തന്നെ തരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മാത്രമല്ല 5ാം ഭാവത്തിൽ നിന്നുകൊണ്ടുള്ള വ്യാഴന്റെ 9ാമത്തെ ദൃഷ്ടി രാഹുവിന്റെ മേൽ പതിക്കുന്നതിനാൽ ഈ കാലഘട്ടത്തിൽ രാഹുവിൽ നിന്നും കുറേയേറെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ശനി നമ്മുടെ 2ാം ഭാവത്തിൽ പോയിരിക്കുകയാണെങ്കിലും രാഹുവിന് ഈ പറഞ്ഞ അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കുകയാൽ സാമ്പത്തികമായ ചില നേട്ടങ്ങളും ലാഭങ്ങളും ഈ ഗോചരത്തിൽ ലഭിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ഈ സമയം നല്ല ആരോഗ്യം ലഭിക്കുമെങ്കിലും കഴുത്തിന് മുകളിലുള്ള ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാനിടയുണ്ട്. മാത്രമല്ല നമ്മുടെ ഇടുപ്പ് ഭാഗത്തിനോ പുറം ഭാഗത്തിനോ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. നിങ്ങളുടെ ബുദ്ധിശക്തി ഈ കാലയളവിൽ ഒന്നുകൂടി വർദ്ധിക്കുന്നതാണ്. പല കാര്യങ്ങളും കണ്ടും കേട്ടും പഠിക്കുവാനുള്ള ഒരു അവസരവും ഇപ്പോൾ ലഭിക്കുന്നതുമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനിടയുണ്ട്. അതിനാൽ നമ്മുടെ പ്രവൃത്തികൾ ആർക്കും ദ്രോഹകരമായി തീരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാലഘട്ടത്തിൽ ദാമ്പത്യപരമായ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. അതിനാൽ തന്നെ ജീവിത പങ്കാളിയുമായി നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏഷണിക്കാരായ സ്ത്രീകളുമായി സഹകരിക്കുവാനിടവരും. അവരുമായി ഒരു അകലം പാലിക്കേണ്ടതാണ്. ജീവിത പങ്കാളിക്ക് ഇപ്പോൾ രോഗമോ മറ്റ് ചില ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അക്കാര്യവും ശ്രദ്ധിക്കുക. ഇപ്പോൾ യാത്രകൾ പലതും ചെയ്യാനിടവരും. ആഹാരകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. കാരണം ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയവുമാണ്. ഗുണഫലങ്ങൾ വർദ്ധിക്കുവാനും ദോഷങ്ങൾ ഒഴിഞ്ഞു പോകാനും ശ്രീ ദുർഗാദേവിയെയും ശ്രീ മഹാഗണപതിയെയുമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. അവസാനമായി മീനക്കൂറുകാരുടെ രാഹുകേതു മാറ്റത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മീനക്കൂറിലെ നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ 4ാം പാദവും ഉത്രട്ടാതിയും രേവതിയുമാണ്. രാഹു ഇവരുടെ 12ൽ വരുമ്പോൾ കേതു 6ലേക്കാണ് ഇപ്പോൾ വരുന്നത്. രാഹു കേതുക്കളുടെ ഫലം നിർണ്ണയിക്കുമ്പോൾ മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് അല്പം ബുദ്ധിമുട്ടായി വരുന്നത് ഒരു ഗ്രഹം നല്ല സ്ഥാനത്തേക്ക് വരുമ്പോൾ മറ്റേ ഗ്രഹം മോശം സ്ഥാനത്തേക്കാവും വരുന്നത്. ഇത് രണ്ടും സമന്വയിപ്പിച്ച് ഒരു ഫലം പറയുമ്പോൾ അത് ഓരോരുത്തരുടെയും ഗ്രഹനിലയ്ക്കും കൂടി അനുസരിച്ച് വേണം പറയേണ്ടത്. ഇല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. മീനക്കൂറുകാരുടെ 12ൽ രാഹു വരുമ്പോൾ മോശം ഫലമാണെങ്കിലും രാഹു നിൽക്കുന്ന കുംഭം രാശി രാഹുവിന് വളരെ ബലമുള്ള ഒരു രാശിയാകയാലും കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് വ്യാഴം രാഹുവിനെ ദൃഷ്ടി ചെയ്യുകയാലും ഈ രാഹുവിൽ നിന്നും നമുക്ക് നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. മാത്രമല്ല ഇവിടെ വ്യാഴനും രാഹുവും തമ്മിൽ പരസ്പരം ദൃഷ്ടിയുമുണ്ട്. മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം രാശ്യാധിപൻ കൂടിയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലഗ്നാധിപൻ തന്നെ. ലഗ്നാധിപൻ ഒരു ശുഭഗ്രഹമാകയാലും ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദൃഷ്ടിയായ 9ാമത്തെ ദൃഷ്ടി കൊണ്ട്
ഒരു പാപനെ നോക്കുമ്പോൾ ആ പാപൻ വളരെ നല്ല ഫലത്തെ തന്നെയാവും തരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി ഇപ്പോൾ ലഭിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ പേരും പ്രശസ്തിയുമൊക്കെ ലഭിക്കുകയും ചെയ്യും. ബന്ധുക്കളെ കൊണ്ട് ഈ കാലത്ത് ഉപകാരങ്ങൾ ഉണ്ടാവുകയും അവരുമായി നല്ല രീതിയിൽ സഹകരിക്കുവാൻ അവസരമൊരുങ്ങുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ദാനധർമാദി കാര്യങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഇപ്പോൾ സാധിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ പല വിഷയങ്ങളിലും അറിവ് നേടാനാവുകയും അതുവഴി മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുക്കുവാനും ആകുന്നതാണ്. ഇത് ഒരല്പം തലക്കനം നമുക്ക് തന്നു എന്നും വരാം. എതിരാളികളെ തറപ്പറ്റിക്കാൻ സാധിക്കുന്ന സമയവുമാണ്. ഇപ്പോൾ ചിലവുകൾ വളരെ വർദ്ധിക്കുന്ന സമയമാണ്. അതിനാൽ ചിലവുകൾ വളരെയേറെ നിയന്ത്രിക്കുക, ഇല്ലെങ്കിൽ കടബാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. ആശുപത്രി ചിലവുകൾ ഇപ്പോൾ വരാനും സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് വേണ്ടിയും ചിലവുകൾ വരാം. സന്താനങ്ങളുടെ ഉന്നത പഠനത്തിന് വേണ്ടിയും ഉപരിപഠനത്തിന് വേണ്ടിയും ഉള്ള ചിലവുകളും വരാം. നീർദോഷ സംബന്ധമായ അസുഖങ്ങളെ ഇപ്പോൾ കരുതിയിരിക്കണം. അപ്പോൾ മീനക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ രാശിമാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ ഇതൊക്കെയാണ്. ഇവിടെ പറഞ്ഞത് പൊതുഫലങ്ങൾ മാത്രമാണ്. ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനിലയ്ക്കും ഇപ്പോൾ നടക്കുന്ന ദശയ്ക്കും അപകാരങ്ങൾക്കും അനുസരിച്ച് ഈ ഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഇനി നമുക്ക് രാഹുകേതുക്കൾ അനിഷ്ടനായാൽ ചെയ്യേണ്ടുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാഹുകേതുക്കൾക്ക് വേണ്ടി നമ്മൾ സർപ്പപ്രീതികരമായ കാര്യങ്ങളെയാണല്ലോ സാധാരണ ചെയ്യാറുള്ളത്. ഇവിടെ കേതു സൂര്യന്റെ രാശിയിലാകയാൽ സൂര്യന്റെ ദേവതയായ പരമശിവനെ പ്രാർത്ഥിക്കാവുന്നതാണ്. കൂടാതെ ശ്രീ മഹാഗണപതിയെയും പ്രാർത്ഥിക്കാം. രാഹുപ്രീതിക്കായി ശ്രീ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ദോഷഫലങ്ങളെ നശിപ്പിച്ച് നല്ല ഫലങ്ങളെ തരാൻ വളരെ ഉത്തമമാണ്. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.